മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലെത്തി. ഡാം ഇന്ന് രാവിലെ 10 മണിക്ക് തുറക്കും. സെക്കൻഡിൽ പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. 136 അടി എന്ന് ഭേദിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സ്പിൽവേ തുറക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്? എന്തൊക്കെയാണ് ആ ഭാഗത്തുള്ളവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. റൂൾ കർവ് പ്രകാരം നിലവിൽ ശേഷിയായ നിലവിൽ അനുവദനീയമായ അളവായ 136 അടി ജലനിരപ്പ് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ 136.15 അടി വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിലുണ്ട്. ഈ സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കും, പെരിയാറിലേക്ക് ഒഴുക്കും. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ആയിരിക്കും തമിഴ്നാട് സ്പിൽവേ ഷട്ടർ ഉയർത്തുക. എന്തായാലും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാതെ കുറഞ്ഞ അളവിൽ, അതായത് 1000 ക്യൂസെക്സോളം വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ആനുപാതികമായി മാത്രമായിരിക്കും പുറത്തേക്ക് ഒഴുക്കുക. അതായത് ടണൽ മാർഗം തമിഴ്നാട് 2116 ക്യൂസെക്സ് വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ 3720 ക്യൂസെക്സോളം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ നീരൊഴുക്ക് തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ആനുപാതികമായി ടണൽ മാർഗം കൊണ്ടുപോകുന്നതിലും അധികമായി വരുന്ന വെള്ളമായിരിക്കും ഇപ്പോൾ സ്പിൽവേയിലൂടെ പെരിയാറിലേക്ക് ഒഴുകുക. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിൽ പോലും നീരൊഴുക്ക് പൂർണ്ണമായും കുറഞ്ഞിട്ടില്ല. ശക്തമായി തുടരുന്ന സാഹചര്യം തന്നെയുണ്ട്. പ്രത്യേകിച്ചും തേക്കടി തടാക മേഖലയിലേക്ക് ഇടപെട്ടുള്ള മഴയും ഒപ്പം പെരിയാർ വനമേഖലയിൽ നിന്നൊക്കെയുള്ള മഴയും ഒപ്പം ഇവിടെ നിന്നുള്ള നീരൊഴുക്കൊക്കെ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് 136 അടിയിൽ നിലനിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് റൂൾ കർവ് പ്രകാരം ഇപ്പോൾ അനുവദനീയമായ നിരക്കിൽ നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് വെള്ളം തുറന്നു വിടാതെ ഈ 136 അടിയിൽ നിലനിർത്തുന്ന ഒരു നടപടിയായിരിക്കും തമിഴ്നാട് സ്വീകരിക്കുക. അധികമായി വരുന്ന വെള്ളം മാത്രം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. എന്തായാലും അണക്കെട്ട് തുറക്കുന്നതിനുള്ള നടപടികൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം രാവിലെ 10 മണിയോടെ തുറക്കുമെന്നാണ് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ ഭരണകൂടമൊക്കെ തമിഴ്നാടിനോട് അറിയിപ്പ് നൽകിയിരുന്നു. പകൽ സമയത്ത് മാത്രമേ അണക്കെട്ട് തുറക്കാവൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ 10 മണിയോടെ തുറക്കുമെന്ന അറിയിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ സ്പിൽവേ ഉയർത്തിയത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരുന്നു. എന്തായാലും അണക്കെട്ടിന്റെ പെരിയാർ തീരമേഖലയിൽ താമസിക്കുന്നവർ വലിയ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അണക്കെട്ടിന്റെ വെള്ളം തുറന്നാൽ ആദ്യം വെള്ളം എത്തുന്ന വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മേഖലയിലൊക്കെ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആവശ്യമെങ്കിൽ ആളുകൾക്ക് മാറി താമസിക്കാനായി 20ഓളം ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ക്യാമ്പുകളിലേക്കൊന്നും ആളുകൾ ഇതുവരെ മാറിയിട്ടില്ല. കാരണം അത്തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. വലിയ തോതിൽ വെള്ളം തുറന്നുവിടാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ പെരിയാർ നദിയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വീടുകളിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടില്ല. എന്തായാലും ഉള്ള മുന്നൊരുക്കങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിലൊക്കെ തന്നെ നീരൊഴുക്കിനെ ആശ്രയിച്ചായിരിക്കും എത്രമാത്രം വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് തീരുമാനിക്കുക. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിൽ 136 അടി കഴിഞ്ഞിരിക്കുന്നു ജലനിരപ്പ്. ഇന്ന് 10 മണിയോടെ സ്പിൽവേ തുറന്നുവിടും. പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.